ഹായ് ഗായ്സ്, ഞാൻ ഒരു പാട്ട് പാടാം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലേ? ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുക കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ മോളും കൂടി കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോഴാണ് എൻ്റെ ഭർത്താവ് അവിടെ പണി മാറ്റി വന്നിട്ട് ക്ഷീണിതനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മോള് എന്നോട് പറയാണ്, അമ്മ അച്ഛൻ അവിടെ എവിടെയും കാണുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നിൻ്റെ അച്ഛനല്ലേ ആ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഒരു പാട്ട് എന്തായാലും നമുക്കത് എന്തായാലും മെനയണം മോളെ എന്ന് ഞാൻ മോളോട് പറഞ്ഞു. അപ്പോൾ മോള് പറഞ്ഞ് എന്നാൽ അമ്മ മെനയി നമുക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു, ഞാനൊരു പാട്ട് നിങ്ങളെ കുറിച്ചിട്ട് ഞാൻ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നാൽ ഈ ഉണ്ടാക്ക്, ഞാൻ രാത്രി 12 മണിയാകുമ്പോഴേക്കും ഉണ്ടാക്കും ഏട്ടാ, അതിനൊരു ടൂണും ഞാൻ തന്നെ കണ്ടെത്തും എന്നൊക്കെ ഞാൻ പറഞ്ഞേ. അങ്ങനെ ഞാൻ രാത്രി 12 മണിയൊക്കെ ആയപ്പോൾ ഇങ്ങനെ വാതിലൊക്കെ അടച്ചിരുന്നിട്ട് ഇങ്ങനെ ചിന്തിച്ച്, അതന്നെ എന്താണ് ഇപ്പം ഞാൻ ദൈവമേ ഒരു ടൂണ് കൊടുക്കുക എന്നൊക്കെ ചിന്തിച്ച്. അപ്പോഴാണ് എനിക്കതിനൊരു ടൂണ് കിട്ടിയത് കേട്ടോ. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എടുത്തൊരു ടൂണാണ് അത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്കത് ഇഷ്ടമായി, ഞാൻ അങ്ങനെ പാടിയതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊരു 4 വരി നിങ്ങൾക്ക് പാടിത്തരാം. പൊന്നോ പൊന്നോ പൊന്നും കട്ടേ, നിൻ്റപ്പനല്ലേയാ നിൽക്കണത്. പൊന്നോ പൊന്നോ പൊന്നും കട്ടേ, നിൻ്റപ്പനല്ലേയാ നിൽക്കണത്. ആ നിൽക്കണ നിപ്പ് കണ്ടാലേ പൊന്നോ കണ്ണീന്ന് ചോരേണ് ചാടണത്. ആ നിൽക്കണ നിപ്പ് കണ്ടാലേ പൊന്നോ കണ്ണീന്ന് ചോരേണ് ചാടണത്. പൊന്നോ പൊന്നോ പൊന്നും കട്ടേ, നിൻ്റപ്പനല്ലേയാ നിൽക്കണത്. പകലു മുഴുവനും പണിയെടുത്ത് നമ്മക്ക് മാമുണ്ണാനുള്ള വക. പകലു മുഴുവനും പണിയെടുത്ത് നമ്മക്ക് മാമുണ്ണാനുള്ള വക. പൊന്നോ പൊന്നോ പൊന്നും കട്ടേ, നിൻ്റപ്പനല്ലേയാ നിൽക്കണത്. നാളെ തിരുവോണമല്ലേ പൊന്നോ, അപ്പനൊരു മുണ്ടുടുക്കാനില്ല. നാളെ തിരുവോണമല്ലേ പൊന്നോ, അപ്പനൊരു മുണ്ടുടുക്കാനില്ല. പൊന്നോ പൊന്നോ പൊന്നും കട്ടേ, നിൻ്റപ്പനല്ലേയാ നിൽക്കണത്.